വാ പറഞ്ഞേ, അവരെന്താന്ന് വെച്ചാ സംസാരിക്കട്ടെ. നല്ല ആളാ. അതൊക്കെ പിന്നെ ഇരുന്നേ. സമാധാനമായി. ഞാനാകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞാനും അതെ. പക്ഷെ പേടി പിന്നെയും കൂടെയാണെന്ന് മാത്രം. എനിക്ക് പറയാനുള്ളത് ലീന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. സാറ് പാതി രക്ഷപ്പെട്ടു. ഇനി സുബ്രഹ്മണ്യത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതി. ഞങ്ങളാണ് വന്നു. ആര്? മാനുവലോ? അതെ, അകത്തെ ലീനയോട് സംസാരിക്കുക. എടാ മാനുവല്, സാറ് നിന്നെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ അവര് സീക്രട്ട് ആയിട്ട് സംസാരിക്കുക. ബാക്കി പിന്നെ പറയാം. പണിയില്ല. താൻ പോയില്ലേ? ഇല്ല, പുറത്തേക്ക് പോകുന്നവരൊക്കെ വരട്ടുന്നു. ആണോ? എന്നെ വേഗം ഈ മുറിയിലേക്ക് ചെല്ലേ. ആരെങ്കിലും ചോദിച്ച മാനുവലാന്ന് പറഞ്ഞാൽ മതി. ഡബിൾ റോളാ? അതെ. താങ്ക് യു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡബിൾ റോൾ ചെയ്യുന്നത്. ആണോ? എന്നെ വേഗം ചെല്ലേ. ഈശ്വര. നൈസ് ടു മീറ്റ് യു. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണാ. കണ്ട് നല്ല പരിചയം. ആ ആൾ ഞാനല്ല, ഞാൻ മാനുവൽ. ഞാൻ ഇദ്ദേഹവുമായി കുറച്ചേരം സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? കൊലപാതകം ബല പിടിച്ചു പറ. എന്ത് കേസാണെങ്കിലും ഞാൻ ഏറ്റോളാം. തല്ലരുത്. മാനുവലിന് ഈ റിസോർട്ടുമായിട്ട് എന്താ ബന്ധം? അഗൈതവുമായി ബന്ധമാണ്, അഭേദ്യമായ ബന്ധമാണ്. ടോം സർ, ഇതാണ് മിസ്റ്റർ മാനുവൽ. നൈസ് ടു മീറ്റ് യു. കൈ എന്താ ഐസ് പോലെ ഇരിക്കണത്? അകത്തെ AC ഇത്തിരി കൂടുതലാ. ഐസ്. മാനുവലിനോട് ചോദിക്കാനുള്ളത് ചോദിക്കാല്ലേ? പിന്നെന്താ, വരൂ. Come on. ഇതെന്ത് ട്രീറ്റ്മെന്റാ? പുതിയ ഒരു തരം ഇടിച്ചു പിടിയല. ഈ സുഖചികിത്സ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെ, ഇരിക്കൂ. അയ്യോ, ഇതെന്താ തണുക്കണത്? തണുപ്പൊക്കെ ഇപ്പൊ മാറും. വേണ്ട വേണ്ട, ചികിത്സ വേണ്ടേ? അത് പറ്റില്ല. തുടങ്ങിയ കോഴ്സ് കംപ്ലീറ്റ് തീരണം. ഭാമേ, എന്ത് സുബ്രഹ്മണ്യ, എവിടെയായിരുന്നടാ നീ? സുഖമല്ലേ? ആളെ കിട്ടിയല്ലോ, എല്ലാവർക്കും സന്തോഷായല്ലോ. CV ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാബയെ കൂട്ടി കൊളക്കടവിലേക്ക് എന്താ? അവന് ഭാമയോട് എന്തോ രഹസ്യമായിട്ട് പറയാനുണ്ടെന്ന്. അതിനെന്തിനാ ഓടുന്നത്? വളരെ അത്യാവശ്യമുള്ള കാര്യ, അതാ ഓടിയത്. ഭാമ ഭാമ നടക്കടാ. കടവുടെ സുബ്രഹ്മണി എന്നാച്ചടോ ഉനക്ക്? ഞാനായതുകൊണ്ട് ഇത്രേ ഉണ്ടായുള്ളൂ. നീ വേഗം പോയി പുറത്ത് ബഹളം ഉണ്ടാക്കുന്ന ആ എംബോക്കിലോട് പറയൂ സുബ്രഹ്മണ്യെ കിട്ടിയെന്ന്. സാർ, ഞങ്ങൾ തേടി വന്ന സുബ്രഹ്മണ്യ ഇവനല്ല, ഇതെന്റെ മകനാ. പക്ഷെ അവൻ സമ്മതിച്ചല്ലോ. ഇവൻ ഫോൺ ചെയ്ത് വരുത്തിയതാ നിങ്ങളെന്നും ഈ റിസോർട്ട് പൂട്ടിക്കാനാ ശ്രമിച്ചതെന്നും. അത് പിന്നെ അന്തമാരി ഇടി ഇടിച്ചാ എന്ത് സമ്മതിക്കും? നിന്നെ അടിച്ചോടാ. ആമാപ്പാ, നിറയെ കൊടുത്താങ്ക നാസന്റെ പാവത്തിക്കല്ല എനിക്ക് കിടച്ചാച്ചു. ഞങ്ങള് തേടി വന്ന സുബ്രഹ്മണി ഇപ്പൊ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അവനെവിടെ? ബാമയോട് രഹസ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി.
ഇവനിതെവിടെ പോയി? ഞാനൊന്ന് നോക്കട്ടെ. ആകെ നനഞ്ഞു. എന്നാ പിന്നെ കുളിച്ചേക്കാന്ന് കരുതി. എന്തൊരു തണുപ്പ്! ഇങ്ങനെ ഇടിച്ച നിങ്ങൾക്ക് കൈയടിക്കില്ലേ? നിർത്ത്. സാധ്യമല്ല. എനിക്ക് കിട്ടിയതിന്റെ പകുതി പോലെ അയാൾ കിട്ടിയില്ല. ഇടയിൽ ഭക്ഷണം കാണിക്കരുത്. ഇപ്പൊ കിട്ടിയതിന്റെ 10 ഇരട്ടി കിട്ടുന്ന വെരി ഗുഡ്. നിനക്കും. പുറത്ത് ബഹളം ഉണ്ടാക്കുന്നവർ പറയുന്നത് കേട്ടില്ലടാ, ഞാനിവിടെ ആളെ കൊന്ന് കിഡ്നി കയറ്റി അയക്കാണെന്ന്. പച്ചക്കള്ളം. നിങ്ങൾ ഒരിക്കലും കിഡ്നി എടുക്കുന്ന ആളല്ല. ആയിരുന്നെങ്കിൽ എന്റെ കിഡ്നി ഇടിച്ച് ചട്നി ആക്കില്ലായിരുന്നല്ലോ. ആദ്യവുമാരെ പത്രക്കാരുടെ മുമ്പിൽ ഹാജരാക്കണം. ഇതാണ് നിങ്ങളുടെ മാനുവലും സുബ്രഹ്മണ്യം. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചോണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിൽ കത്തിക്ക് ഞാൻ എല്ലാത്തിനും. എന്റെ കിഡ്നി ആരും എടുത്തിട്ടില്ല. അതെന്റെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ കാണിക്കാം. പക്ഷേ നേരത്തെ വേറെ സുബ്രഹ്മണ്യം വന്നല്ലോ. ബാമയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് അയാളാണെന്നാണല്ലോ പറഞ്ഞത്. അവൻ എങ്ങനെ പറഞ്ഞു? ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. ഇവിടെ മാനുവൽ, ലേലൻ താങ്കളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ കാരണം? എന്നിലെ സൗന്ദര്യമാകാം, കലാ നിപുണതയാകാം. കല്യാണം കഴിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? കല്യാണം എന്ന് വെച്ചാൽ എനിക്ക് ഹരമാണ്. എപ്പ കഴിക്കാൻ പറഞ്ഞാലും അപ്പ കഴിക്കും. എന്റെ മോളെ നീ കല്യാണം കഴിക്കൂടാ തെണ്ടി. ഓ, തല്ലിനൊരു ക്ഷാമമില്ലാത്ത നാട്, റിച്ച് കൺട്രി. അപ്പൊ ഇതല്ലേ മാനുവല്? അല്ല, വേഷം കെട്ടെടുക്കരുത്. താനല്ലോടെ പറഞ്ഞ അകത്ത് തന്നെ മോളോട് സംസാരിക്കുന്നത് മാനുവലാണെന്ന്. എന്ന് വെച്ച് പുറത്ത് വേറെ ആളെ കൊണ്ട് നിർത്തിയിട്ട് എന്റെ മോളെ കുറിച്ച് അവാദം പറയിപ്പിക്കും. അല്ലടെ എരപ്പാളി. അപ്പൊ അകത്തൊരു മാനുവൽ, പുറത്തൊരു മാനുവൽ. ആദ്യം ഒരു സുബ്രഹ്മണി, പിന്നെ ഒരു ക്ഷിപ്രമണി. വേരത്തരം കയ്യിൽ വെച്ചാ മതിട്ടാ. നടക്കടാ. ഫോട്ടോഗ്രാഫി തൽക്കാലം എന്റെ കയ്യിൽ നിൽക്കട്ടെ.